إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചു തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ മരണവുമായി ബന്ധപ്പെട്ടും മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ടുമാണ് ഖുത്ബയിൽ നമ്മൾ മനസ്സിലാക്കി വരുന്നത്. ഖാല അല്ലാഹു അസ്സ വജൽ كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. എല്ലാ ആത്മാവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല, അന്നേ ദിവസം റബ്ബിലേക്ക് മടങ്ങുമ്പോൾ നരകാഗ്നിയിൽ നിന്ന് രക്ഷ നേടി സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നവർക്കാണ് വിജയമുള്ളത്. നിങ്ങൾ എന്തൊരു കാര്യമാണോ പ്രവർത്തിച്ചിരിക്കുന്നത് അത് കൃത്യമായി അവിടെ വെച്ച് നിങ്ങൾക്ക് അറിയിക്കപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഭൗതിക ജീവിതത്തിൽ നിങ്ങൾ വഞ്ചിതരായി പോകരുത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുകയാണ്. രണ്ട് വ്യത്യസ്തമായ മരണങ്ങളെക്കുറിച്ചും മരണാനന്തര ജീവിതത്തിൽ ബർസഖിയായ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ വളരെ വിശദമായി പരാമർശിക്കുന്നുണ്ട്. عن براء بن عازب رضي الله عنه أن النبي صلى الله عليه وسلم أنه خرج مع النبي صلى الله عليه وسلم في جنازة رجل من الأنصار. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സ്വഹാബാക്കൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അൻസാരികളിൽപ്പെട്ട ഒരു സ്വഹാബിയുടെ ജനാസയുടെ കൂടെ പോകുകയാണ്. ഫൻതഹൈനാ ഇലൽ ഖബ്രി, അദ്ദേഹത്തിന്റെ ഖബറിന്റെ അരികിലേക്ക് ഞങ്ങൾ എത്തി. ഫലമ്മാ യുലഹദ്, അദ്ദേഹത്തിന്റെ ലഹദ് ഖബർ കുഴിക്കുന്ന വേളയിൽ فجلس رسول الله صلى الله عليه وسلم وجلسنا حوله, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ ചുറ്റുമായി ഞങ്ങളും ഇരുന്നു. كأن على رؤوسنا الطير وفي يده عود ينكث به الأرض
فرفع رسول الله صلى الله عليه وسلم فقال അദ്ദേഹം പറയുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചുറ്റും തലയിൽ ഒരു പക്ഷി ഇരിക്കുന്നവരെ പോലെ, ആ പക്ഷി പറന്നു പോകാതിരിക്കാൻ അനങ്ങാതെ ഇരിക്കുന്നവരെ പോലെ ഞങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു വടി കൊണ്ട് ഇങ്ങനെ താഴെ ഇങ്ങനെ വരക്കുന്നുണ്ട്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, ഫഖാല ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബ്ർ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എപ്പോഴും ഖബർ ശിക്ഷയിൽ നിന്നും ശരണം തേടണം കേട്ടോ. ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബ്ർ മറത്തൈനി ഔ സലാസൻ, രണ്ടോ മൂന്നോ തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആവർത്തിച്ചു കൊണ്ടിരുന്നു. ثم قال, എന്നിട്ട് അവരോട് പറഞ്ഞു, ഇന്നൽ അബ്ദൽ മുഅ്മിൻ ഇദാ കാന ഫി ഇൻഖിതാഇൻ മിനദ് ദുനിയ വഇഖ്ബാലിൻ അലൽ ആഖിറ, മുഅ്മിനായ ഒരു മനുഷ്യൻ അവന്റെ ഇഹലോകവാസം വെടിഞ്ഞ് അവന്റെ ആഖിറത്തിന്റെ ദിവസത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ആ ആദ്യത്തെ ദിവസമുണ്ടല്ലോ, അവന്റെ മരണം സംഭവിക്കുന്ന വേളയിൽ നസല ഇലൈഹി മലായികത്തും മിനസ് സമാഇ ബീദുൽ വുജൂഹ്, വളരെ പ്രസന്നവദനരായ സന്തോഷം നമുക്ക് മുഖത്ത് പ്രകടമാകുന്ന മലക്കുകൾ അവന്റെ അരികിലേക്ക് ഇറങ്ങും അവന്റെ മരണത്തിന്റെ സമയത്ത്. മാത്രമല്ല കഅന്ന വുജൂഹഹുമുശ് ശംസു, സൂര്യനെ പോലെ പ്രകാശിക്കുന്ന സന്തോഷമുള്ള മുഖവുമായിട്ടായിരിക്കും ആ മലക്കുകൾ അവന്റെ അരികിലേക്ക് വരുന്നത്. മഅഹും കഫ്നുൻ മിൻ അക്ഫാനിൽ ജന്ന വഹനൂതും മിൻ ഹനൂതിഹാ, അവരുടെ കൈവശം സ്വർഗത്തിൽ നിന്നുള്ള പുടവയും അതുപോലെ തന്നെ സ്വർഗത്തിൽ നിന്നുള്ള ഹനൂത്ത്, അവിടെ നിന്നുള്ള സുഗന്ധവുമായിരിക്കും അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കുക. വയജ്ലിസൂന മിൻഹു ഇൻദൻ നദർ, അയാളുടെ ദൃഷ്ടിയിൽ പതിയുന്ന രൂപത്തിൽ അവർ അവന്റെ ചുറ്റുമായി ഇരിക്കും. മാത്രമല്ല സുമ്മ യജീഉ മലക്കുൽ മൗതി ഹത്താ യജ്ലിസ ഇൻദ റഅസി, പിന്നീട് മലക്കുൽ മൗത്ത് കടന്നു വന്നുകൊണ്ട് അവന്റെ ശിരസിന്റെ ഭാഗത്തിരിക്കുകയും ചെയ്യും. ഫയഖൂലു അയ്യതുഹൻ നഫ്സു ത്വയ്യിബ ഉഖ്റുജി ഇലാ മഗ്ഫിറത്തില്ലാഹി വറിദ്വാൻ, മലക്കുൽ മൗത്ത് അവനോട് പറയും, അല്ലയോ നല്ല ആത്മാവേ, അയ്യതുഹൻ നഫ്സു ത്വയ്യിബ ഉഖ്റുജി ഇലാ മഗ്ഫിറത്തില്ലാഹി വറിദ്വാൻ, അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും അല്ലാഹുവിന്റെ തൃപ്തിയിലേക്കും നീ ഇതാ മടങ്ങിക്കൊള്ളുക, ഈ ശരീരത്തിൽ നിന്ന് നീ പുറത്തു വന്നുകൊള്ളുക എന്ന് പറയുകയും ചെയ്യും. ഖാല ഫതഖ്റുജു വതസീലു കമാ തസീലുൽ ഖത്റതു മിനസ് സിഖാഇ, ഒരു വെള്ളപ്പാത്രത്തിന്റെ വക്കിൽ നിന്ന് തുള്ളി ഇറ്റു വീഴുന്ന ലാഘവത്തോടുകൂടി അവന്റെ ആത്മാവ് അവന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫയഖുദുഹാ, മലക്കുൽ മൗത ആത്മാവിനെ എടുക്കുകയും ഫഇദാ അഖദഹാ ലം യദഊഹാ ഫീ യദിഹി തർഫത ഐനിൻ ഹത്താ യഅഖുദൂഹാ ഫയജ്അലൂഹാ ഫീ ദാലികൽ കഫൻ ഐ കഫ്നിൻ മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള ആ പുടവയിലേക്ക് അവന്റെ ആത്മാവ് ആ നിമിഷം തന്നെ അവർ വെക്കുകയും ആ പുടവയിൽ ആ ആത്മാവിനെ അവർ പൊതിയുകയും ചെയ്യും. വഫീ ദാലികൽ ഹനൂത്ത്, ആ സുഗന്ധം കൊണ്ട് അവർ ആ ആത്മാവിനെ പൂശുകയും ചെയ്യും. വയഖ്റുജു മിൻഹാ കഅത്യബി നഫ്ഹത്തിൻ മിസ്കിൻ വുജിദത് അലാ വജ്ഹിൽ അർദ്, ഭൂമി ലോകത്ത് നിങ്ങൾ എത്രമാത്രം സുഗന്ധം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അതിൽ വെച്ച് ഏറ്റവും നല്ല പരിമളമുള്ള സുഗന്ധമായിരിക്കും അത്. ഖാല ഫയസ്അദൂന ബിഹാ ഫലാ യമറുന ബിമലഇൻ മിനൽ മലായിക ഇല്ലാ ഖാലൂ മാ ഹാദാ റൂഹു ത്വയ്യിബ, അങ്ങനെ ഓരോ ആകാശത്തിലും ആ ആത്മാവിനെയുമായി മലക്കുകൾ കൊണ്ടുപോകുന്ന വേളയിലെല്ലാം ആ മലക്കുകൾ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കും, ഇത്ര നല്ല ആത്മാവ് ആരുടേതാണ്, ഇത് ആരുടെ ആത്മാവാണ് എന്ന് ചോദിച്ചു കൊണ്ടിരിക്കും. ഫയഖൂലൂൻ ഫുലാൻ ഇബ്നു ഫുലാൻ ബി അഹ്സനി അസ്മാഇഹി അല്ലതി കാനൂ യുസമ്മൂനഹു ബിഹാ ഫിദ് ദുനിയ, അവനെ ഏറെ ഇഷ്ടപ്പെട്ട ദുനിയാവിൽ അവനെ വിളിച്ചിരുന്ന ഏറ്റവും നല്ല പേരുകൊണ്ട് ഇന്നയാളുടെ മകൻ ഇന്നയാളാണ് എന്ന് മലക്കുകൾ മറുപടി പറഞ്ഞുകൊണ്ട് വളരെയധികം സ്നേഹത്തോടുകൂടി വളരെയധികം സന്തോഷത്തോടുകൂടി അവന്റെ ആത്മാവുമായി മലക്കുകൾ ഇങ്ങനെ ഒരാകാശത്തിൽ നിന്ന് മറ്റൊരാകാശത്തിലേക്ക് എന്ന രൂപത്തിൽ അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഫയസ്തഫ്തിഹൂന ലഹു ഫയുഫ്തഹു ലഹു ഫയുശയ്യിഉഹു മിൻ കുല്ലി സമാഇൻ മുഖറബൂഹാ ഇല السماء التي تليها حتى ينتهى بها الى السماء السابعة, ഏഴാം ആകാശത്തിലേക്ക് അങ്ങനെ ഓരോ ആകാശത്തിന്റെ കവാടങ്ങളും തുറന്ന്
അവന് വേണ്ടി തുറക്കാൻ ആവശ്യപ്പെടുമ്പോഴെല്ലാം മലക്കുകൾ അത് തുറന്നു കൊടുത്ത് അവന്റെ ആത്മാവിനെ മലക്കുകൾ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. മാത്രമല്ല, അങ്ങനെ ഒരു ആകാശത്ത് നിന്ന് അടുത്ത ആകാശത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അവിടെയുള്ള മലായികത്തെല്ലാം ആ ആത്മാവിനെ അനുഗമിക്കുകയും ചെയ്യും. അടുത്ത ആകാശം വന്നെത്തുന്നത് വരേക്കും അവിടെ നിന്ന് അവിടെയുള്ള മലായികത്ത് അതിനെ അനുഗമിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫയഖൂലു അല്ലാഹു അസ്സ വജൽ ഉക്തുബൂ കിതാബ അബ്ദി ഫീ ഇല്ലിയീൻ വഅഈദൂഹു ഇലൽ അർദ് ഫഇന്നി മിൻഹാ ഖലഖ്തുഹും വഫീഹാ ഉഈദുഹും വമിൻഹാ ഉഖ്രിജുഹും താറതൻ ഉഖ്റാ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, എന്റെ ഈ ദാസന്റെ ഏട് നിങ്ങൾ ഇല്ലിയീൻ എന്ന് പറയുന്ന ഉന്നതമായ സ്ഥാനത്തിൽ രേഖപ്പെടുത്തി വെക്കുക. അവന്റെ സ്ഥാനം അതാണ്. എന്നിട്ട് നിങ്ങൾ അവന്റെ ആത്മാവിനെ അവന്റെ ഖബറിലേക്ക് നിങ്ങൾ മടക്കി കൊണ്ടുപോകുകയും ചെയ്യുക. കാരണം ആ ഭൂമിയിൽ നിന്നാണ് നാം മനുഷ്യനെ സൃഷ്ടിച്ചത്, അവിടേക്കാണ് അവൻ മടങ്ങുന്നത്, അവിടെ നിന്നാണ് നാം അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. അങ്ങനെ അവൻ ഖബറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫതുആദു റൂഹുഹു ഫീ ജസദിഹി ഫയഅതീഹി മലകാൻ ഫയുജ്ലിസാനിഹി ഫയഖൂലാനി ലഹു മൻ റബ്ബുക. അങ്ങനെ അവന്റെ ആത്മാവ് അവന്റെ ശരീരത്തിലേക്ക് മടക്കപ്പെട്ടാൽ രണ്ട് മലക്കുകൾ അവന്റെ അരികിലേക്ക് വരും. അവനോട് ചോദ്യം ചെയ്യപ്പെടും, നിന്റെ റബ്ബാരാണ്? ഫയഖൂലു റബ്ബി അല്ലാഹ്. അപ്പോൾ അവൻ പറയും, എന്റെ റബ്ബ് അല്ലാഹുവാണ്. ഫയഖൂലാനി ലഹു മാ ദീനുക. അപ്പോൾ മലക്കുകൾ അവനോട് ചോദിക്കും, നിന്റെ മതമേതാണ്? ഫയഖൂലു ദീനിയൽ ഇസ്ലാം. അപ്പോൾ അവൻ പറയും, എന്റെ മതം ഇസ്ലാമാണ്. ഫയഖൂലാനി ലഹു മാ ഹാദല്ലദീ ബുഇസ ഫീകും ഔ മൻ ഹാദല്ലദീ ബുഇസ ഫീകും. നിങ്ങൾക്ക് നിയോഗിക്കപ്പെട്ട ഈ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് അവനോട് ചോദിക്കപ്പെടുമെന്നാണ്. അവനേറെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിക്കുമ്പോൾ കാണാത്ത വിശ്വാസിയാണെങ്കിൽ പോലും മുഅ്മിനായ മനുഷ്യൻ അപ്പോൾ പറയും, ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് ആ മനുഷ്യൻ അവിടെ വെച്ച് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫയഖൂലാനി ലഹു വമാ ഇൽമുക. നിനക്ക് എപ്രകാരമാണ് ഈ അറിവ് ലഭിച്ചത് എന്ന് അവനോട് ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ അവൻ പറയും, ഖറഅതു കിതാബല്ലാഹ്. അല്ലാഹുവിന്റെ ഗ്രന്ഥം ഞാൻ പാരായണം ചെയ്യുമായിരുന്നു. വആമൻതു ബിഹി. ആ ഗ്രന്ഥത്തിൽ ഞാൻ വിശ്വസിച്ചു. വസദ്ദഖ്തു. ഞാൻ അതിനെ പരിപൂർണമായി സത്യപ്പെടുത്തി. ഫയുനാദി മുനാദിൻ മിനസ് സമാ അൻ സദഖ അബ്ദി ഫഅഫ്രിശൂഹു മിനൽ ജന്ന. അപ്പോൾ ആകാശ ലോകത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറയും, അവൻ പറഞ്ഞത് സത്യമാണ്, അവന് വേണ്ടി സ്വർഗത്തിന്റെ വിരിപ്പ് നിങ്ങൾ വിരിച്ചു കൊടുത്തുകൊള്ളുക. വൽബിസൂഹു മിനൽ ജന്ന. സ്വർഗത്തിൽ നിന്നുള്ള വസ്ത്രം അവനെ അണിയിപ്പിച്ചു കൊള്ളുക. വഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന. സ്വർഗത്തിൽ നിന്നുള്ള ഒരു കവാടം അവന് വേണ്ടി അവന്റെ ഖബറിലേക്ക് നിങ്ങൾ തുറന്നിട്ട് കൊടുക്കുകയും ചെയ്യുക. ഖാല ഫയഅതീഹി മിൻ റൗഹിഹാ വതീബിഹാ വയുഫ്സഹു ലഹു ഫീ ഖബ്രിഹി മദ്ദ ബസരി. അവിടെ അവൻ ആ സ്വർഗത്തിന്റെ സുഗന്ധം അനുഭവിക്കും, ആ സ്വർഗത്തിന്റെ കാഴ്ചയെ ആസ്വദിക്കും. അവന്റെ ഖബറിടം വിശാലമാക്കപ്പെടും. അവനെ കണ്ണെത്തുന്ന ദൂരം അത്രയും ആ ഖബറിടം അവന് വിശാലമാക്കി കൊടുക്കപ്പെടും. വയഅതീഹി റജുലുൻ ഹസനു സിയാബി ത്വീബുർ റീഹി ഫയഖൂലു ലഹു അബ്ശിർ ബില്ലദീ യസുറുക ഹാദാ യൗമുക അല്ലദീ കുൻത തുഅദ്. ശേഷം അവന്റെ അരികിലേക്ക് നല്ല പ്രസന്നവദനനായ സന്തോഷം വമിപ്പിക്കുന്ന ഒരു വ്യക്തി കടന്നു വരും. നല്ല വസ്ത്രം ധരിച്ച നല്ല സന്തോഷമുള്ള മുഖവുമായി ഒരു വ്യക്തി അവന്റെ അരികിലേക്ക് കടന്നു വരും. എന്നിട്ട് അവനോട് പറയും, നീ ഇന്ന് സന്തോഷിച്ചു കൊള്ളുക, മാത്രമല്ല ഇത് നിന്റെ ദിവസമാണ്, നിനക്ക് അല്ലാഹു വാഗ്ദത്തം ചെയ്ത ദിവസമാണ്, നീ സന്തോഷിച്ചു കൊള്ളുക. അപ്പോൾ അവൻ ചോദിക്കും, മൻ അൻത്, നീ ആരാണ്? എന്റെ അരികിലേക്ക് വന്ന നീ ആരാണ്? നിന്റെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമാണ് ലഭിക്കുന്നത്, നീ ഒരു നന്മ എനിക്ക് അറിയിച്ചു തരാൻ വന്നവനെ പോലെയുണ്ടല്ലോ, അതുകൊണ്ട് നീ ആരാണെന്ന് അവൻ ചോദിക്കും. ഫയഖൂലു അന അമലുക സ്വാലിഹ്. അപ്പോൾ ആ വ്യക്തി പറയും, ഞാൻ നിന്റെ സ്വാലിഹായ കർമ്മങ്ങളാണ്. ഫയഖൂലു യാ റബ്ബി, അയ്യഖൂലുൽ മുഅ്മിൻ യാ റബ്ബി അഖിമിസ് സാഅ യാ റബ്ബി അഖിമിസ് സാഅ ഹത്താ അർജിഅ ഇലാ അഹ്ലി വമാലി. മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിനോട് അവൻ പറഞ്ഞുകൊണ്ടിരിക്കും, യാ റബ്ബി, അള്ളാഹുവേ, ഖിയാമത്ത് നാളൊന്ന് പെട്ടെന്ന് സംഭവിച്ചിരുന്നെങ്കിൽ എന്റെ കുടുംബങ്ങളെയും കൂട്ടക്കാരെയും എല്ലാം എനിക്ക് കാണാൻ സാധിച്ചിരുന്നുവെങ്കിൽ, എനിക്ക് ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ചും എനിക്ക് ലഭിച്ച സന്തോഷത്തെക്കുറിച്ചും അവരോടൊന്ന് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നുവെങ്കിൽ. ഖീല ദുഖുലിൽ ജന്ന,
قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المسلمين. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവൻ പറയും, എനിക്ക് ഒന്ന് മടങ്ങാൻ സാധിച്ചിരുന്നുവെങ്കിൽ, സ്വർഗത്തിലേക്ക് നീ പ്രവേശിച്ചു കൊള്ളുകയെന്ന് അവനോട് പറയപ്പെടുമ്പോൾ അവൻ പറയും, എനിക്കൊന്ന് മടങ്ങാൻ സാധിച്ചിരുന്നുവെങ്കിൽ, എനിക്ക് ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സാധിച്ചിരുന്നുവെങ്കിൽ എന്നൊരു മുഅ്മിൻ ആഗ്രഹിച്ചു പോകുന്ന നിമിഷം. ഇതാണ് ഒരു മുഅ്മിനിന്റെ മരണത്തെക്കുറിച്ച് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായി മുത്തഖീങ്ങളായി മരണപ്പെടുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد أيها الإخوة أوصيكم بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മളുടെ ജീവിതത്തിൽ തഖ്വയോടുകൂടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഹുസ്നുൽ ഖാത്തിമ. കാരണം ഏതൊരു കാര്യത്തിലാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നത്, ആ കാര്യത്തിലായിരിക്കും അവൻ്റെ അന്ത്യം സംഭവിക്കുക. അതുകൊണ്ട് തഖ്വയോടുകൂടി റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ജീവിക്കുക. ഈ ജീവിതം വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, നൈമിഷികമായ ഒരു ജീവിതം മാത്രമാണ്. അതിൽ വഞ്ചിതരായി പരലോകം നഷ്ടപ്പെടുത്താതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. آمين 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 برحمتك يا أرحم الراحمين. وأقم الصلاة.